The cockroach, Kura, Pata, എന്നൊക്കെ പറയും. A very interesting short story written by the famous Brazilian writer Luis Fernando Verissimo. Friends, Luis Fernando Verissimo writes in the Portuguese language, which is the official language of Brazil. Well, this story is translated from Portuguese to English. This story, The Cockroach, is a political satire. ഈ കോക്രോച്ച്, കൂറ, പാറ്റ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് എന്തോ തമാശയുണ്ടെന്ന്. വെറും തമാശയല്ല, പരിഹാസമാണ്. Satire is a piece of literary writing that uses humor, irony, exaggeration, ridicule, and such other things to expose, to criticize people's stupidity, to cure the society of its evils. ഈ സമൂഹത്തിലെ വലിയ ആളുകളുടെയും സമൂഹത്തിന്റെ തന്നെയും പോരായ്മയും കുറവുകളും ഒക്കെ ഒന്ന് പരിഹരിച്ച് ഈ ആളുകളെയും സമൂഹത്തെയും ഒക്കെ ഒന്ന് നന്നാക്കിയെടുക്കാൻ വേണ്ടി ഉള്ള സാഹിത്യ കൃതികളാണ് satire. Our story, The Cockroach, is a political satire that satirizes democracy and bureaucracy. Democracy എന്ന് പറഞ്ഞാൽ അറിയാം, ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആധിപത്യമാണ്. Means everybody is equal. All men are equal in a democracy, but some men are more equal. This is the problem. This is the problem in all democracies. നമ്മുടെ നാട്ടിൽ ഇത് തന്നെ പ്രശ്നം. എല്ലാ ആളുകളും തുല്യരാണ്, ചില ആളുകൾ കൂടുതൽ തുല്യരാണ്. Some are more equal. So friends, let's start. Here we go. The essay. The essay is a common essay. Look at the questions. How does the writer satirize democracy? ജനാധിപത്യത്തെ വെരിസിമോ എങ്ങനെയാണ് പരിഹസിക്കുന്നത്? Or how does bureaucracy get satirized in the story? അതായത് ഉദ്യോഗസ്ഥന്മാരുടെ ഭരണം, ഉദ്യോഗസ്ഥ മേധാവിത്വം, ഇതിനെ എങ്ങനെയാണ് അദ്ദേഹം പരിഹസിക്കുന്നത്? Or a critical analysis of the cockroach. ഈ കഥയുടെ ഒരു വിശകലനം. I think the essay that is written here is suitable for all the three questions. Let's start. Paragraph number 1. Luis Fernando Verissimo is a Brazilian writer. His story, The Cockroach, is a political satire on democracy. ജനാധിപത്യം എന്ന ഭരണവ്യവസ്ഥയെ പറ്റിയുള്ള ഒരു പൊളിറ്റിക്കൽ സറ്റയറാണ്. അതിനെ പരിഹസിച്ചുകൊണ്ടുള്ള, അതിൻ്റെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് The Cockroach. It tells us how an innocent meal becomes a bureaucratic nightmare. ഒരു സാധാരണ ആഹാരം എങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ദുസ്വപ്നമായി മാറുന്നത് എന്ന് ഈ കഥയ്ക്കകത്ത് നമുക്ക് കാണാം. The story shows how a simple incident gets complicated. ഒരു ചെറിയ ഒരു സാധാരണ വിഷയത്തെ എങ്ങനെ വഷളാക്കാം എന്ന് ഈ കഥയിൽ നമുക്ക് കാണാം. This is paragraph number 1. Now, paragraph number 2. At a restaurant, a customer notices a cockroach in a salad niçoise that he bought. ഒരു റെസ്റ്റോറന്റിൽ ഒരു കസ്റ്റമർ വാങ്ങിയ ഒരു സലാഡ് നിസ്വാസ്, ഫ്രഞ്ച് വാക്കാണ് സലാഡ് നിസ്വാസ്. ഈ ട്യൂണ ഫിഷ്, മുട്ട പുഴുങ്ങിയത്, ഒലിവ്, ടൊമാറ്റോ തുടങ്ങിയ സാധനങ്ങൾ ചേർത്തുള്ള ഒരു സാലഡാണ് സലാഡ് നിസ്വാസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമർ വാങ്ങുന്നത്. ഹി നോട്ടീസസ് എ കോക്രോച്ച്. ആ സലാഡിനകത്ത് ഒരു പാറ്റ. ഹി ആംഗ്രിലി ടെൽസ് ദ ഹെഡ് വെയിറ്റർ അബൌട്ട് ഇറ്റ്. ദേഷ്യപ്പെട്ട് ആ പ്രധാനപ്പെട്ട വെയിറ്ററോട് ആ കസ്റ്റമർ ഈ കാര്യം പറയുന്നു, സലാഡിനകത്ത് പാറ്റയുണ്ടെന്ന്. ദ ഹെഡ് വെയിറ്റർ ട്രൈസ് ടു കൂൾ ഹിം ഡൗൺ. ആ വെയിറ്റർ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആൻഡ് ഓഫേഴ്സ് ടു ഗെറ്റ് അനദർ സാലഡ്. ആ പാറ്റ വീണ സാലഡിന് പകരം മറ്റൊന്ന്, ഒരു പുതിയ ഒരെണ്ണം കൊടുക്കാം എന്ന് പറയുന്നു. ബട്ട് ദ കസ്റ്റമർ റിഫ്യൂസസ്. അദ്ദേഹം പറയുന്നു, നോ, വേണ്ട. ആൻഡ് ഡിമാൻഡ്സ് ആൻ എക്സ്പ്ലനേഷൻ. അദ്ദേഹം ആ വെയിറ്ററോട് ഒരു വിശദീകരണം ആവശ്യപ്പെടുകയാണ്. The head waiter explains that it is only an accident. അത് അബദ്ധവശാൽ പറ്റിപ്പോയതാണ് എന്നയാൾ വിശദീകരിക്കുന്നു. Which is not acceptable to him. പക്ഷെ അദ്ദേഹത്തിന് അത് സ്വീകാര്യമാകുന്നില്ല. This is paragraph number 2. Now, paragraph number 3. The head waiter calls the manager, who in turn alerts the owner. നമ്മുടെ പ്രധാനപ്പെട്ട വെയിറ്റർ റെസ്റ്റോറന്റ് മാനേജറെ വിളിക്കുന്നു. മാനേജർ പറയുന്നത് ബോധ്യമാകഞ്ഞിട്ട് അദ്ദേഹം റെസ്റ്റോറന്റിന്റെ ഉടമസ്ഥനെ വിളിക്കുന്നു. Then
Everyone in the bureaucratic ladder comes there, one after another. The municipal secretary, the health minister, the president and the army general. അതിനുശേഷം അത് മുനിസിപ്പൽ സെക്രട്ടറി മുതൽ രാജ്യത്തിന്റെ പ്രസിഡന്റ്, ആർമി ജനറൽ, അങ്ങനെ അവരെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് വരികയാണ് ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. The president apologizes and offers compensation. രാജ്യത്തിന്റെ പ്രസിഡന്റ് വന്ന് പറയുന്നു, ക്ഷമിക്കണം, മാപ്പാക്കണം. And he offers compensation. നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാൽ തരാം എന്ന് പറയുന്നു. The man rejects it. അദ്ദേഹം അതെല്ലാം തിരസ്കരിക്കുകയാണ്. The army general looks at the salad and says, it is an olive. നമ്മുടെ പട്ടാള മേധാവി വന്ന് നോക്കുമ്പോൾ ഈ സംഭവം കാണുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നു, ഇത് പാറ്റയല്ല, ഇത് ഒലിവാണ്. ആൻഡ് swallows it. അദ്ദേഹം അതിനകത്ത് വിഴുങ്ങുകയാണ്. Then the customer is arrested. അതിനുശേഷം ആ കംപ്ലൈന്റ് കൊടുത്ത കസ്റ്റമറെ അറസ്റ്റ് ചെയ്ത് and sued for falsely accusing the restaurant. അടിസ്ഥാനരഹിതമായിട്ട് ആരോപണം ഉന്നയിച്ചതിന് അവനെ അറസ്റ്റ് ചെയ്ത് അവനെതിരെ കേസ് ഫയൽ ചെയ്യാം. This is paragraph number 3. Now let's move on to paragraph number 4, the last paragraph. The story tells us how a simple incident worsens a situation. ഒരു ചെറിയ സംഭവം എങ്ങനെ കാര്യങ്ങൾ വഷളാക്കാം എന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുകയാണ്. It satirizes democracy as seen in some nations. ചില രാഷ്ട്രങ്ങളിൽ കാണുന്ന മാതിരിയുള്ള ജനാധിപത്യത്തെ ഇത് നല്ലവണ്ണം പരിഹസിക്കുന്നു. Where all men are equal but some men are more equal. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്ത്, all men are equal as far as a democracy is concerned. ഒരു ജനാധിപത്യത്തെ സംബന്ധിച്ച് എല്ലാവരും തുല്യരാണ്. But some men are more equal. പക്ഷെ ചില ആളുകൾ അല്പം കൂടുതൽ തുല്യരാണ്. This is what makes matters worse. കാര്യങ്ങൾ വഷളാക്കുന്ന ഇതാണ്. The story also shows how easily the responsibility shifts from one person to another in a bureaucracy. ഉദ്യോഗസ്ഥ മേധാവിത്വം നടക്കുന്ന രാജ്യങ്ങളിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ പഴിചാരുക. ഒരാൾ മറ്റുള്ളയാളെ, അയാൾ മറ്റേയാളെ, ഇങ്ങനെ മാറി മാറി പഴിചാരി അവസാനം പരാതിക്കാരൻ ജയിലിൽ അകപ്പെടുന്ന അവസ്ഥ, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. There is always somebody to blame. കുറ്റം ചുമത്തപ്പെടുവാൻ വേണ്ടി എല്ലായ്പ്പോഴും ഒരാൾ ഉണ്ടാവുമല്ലോ, ഒരു പാവം. The story is an excellent political satire. അങ്ങനെ നോക്കുമ്പോൾ ഈ കഥ ഇത് നല്ല സുന്ദരമായ ഒരു രാഷ്ട്രീയ പരിഹാസ കഥയാണ്. A political satire. Friends, this is our essay, which will be suitable for all the 3 questions. Now, short answer questions. Question number 1. What did the general do with the cockroach? General, army general, അദ്ദേഹം ആ പാറ്റയെ എന്തെടുത്തു? The general said that it was an olive. പാറ്റയെ കണ്ടപ്പോ ജനറൽ പറഞ്ഞത് അതൊരു ഒലിവാണെന്നാണ്. He took the cockroach and swallowed it. ആ പാറ്റയെ എടുത്തിട്ട് അദ്ദേഹം അങ്ങ് വിഴുങ്ങി. This is question number 1. Short answer question number 2. What was the problem of the customer? ആ കസ്റ്റമറുടെ പ്രശ്നം എന്തായിരുന്നു? The problem of the customer was that he noticed a dead cockroach in the salad that was served to him. അദ്ദേഹം കൊടുത്ത ഓർഡർ പ്രകാരം കിട്ടിയ സാലഡിനകത്ത് ഒരു ചത്ത പാറ്റ, അത് അദ്ദേഹം കാണുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശ്നം. Short answer question number 3. Why did the customer say that it was not an accident? ഇത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ല എന്ന് കസ്റ്റമർ പറയാൻ കാരണം എന്താണ്? The customer said it was not an accident because the cockroach was dead. കാരണം ആ പാറ്റ ചത്തതായിരുന്നു. Had it come out of its pack, wandered into the kitchen and landed in the salad, it would have been an accident. ആ പാറ്റ കൂട്ടം തെറ്റി വന്ന് അടുക്കളയിലേക്ക് വന്നിറങ്ങി അറിയാതെ സാലഡിൽ വന്ന് ഇറങ്ങിയതായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് യാദൃശ്ചികമായി സംഭവിച്ചതാണെന്ന് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. പിന്നെയോ, the cockroach was dead. When did the fumigation happen? According to the manager. മാനേജർ പറയുന്നതനുസരിച്ച് ഫ്യൂമിഗേഷൻ, ഈ കൊതുകിനെയും ചെറു പ്രാണികളെയും കൊല്ലാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പുക, അതെപ്പോഴാണ് സംഭവിച്ചത് എന്നാണ് ചോദ്യം. The fumigation happened a month ago. ആ പുക ഉപയോഗിച്ചത് ഒരു മാസത്തിന് മുൻപാണ്, according to the manager. Short answer question number 5. Where was the president when the minister of health called him? ആരോഗ്യ വകുപ്പ് മന്ത്രി വിളിച്ചപ്പോൾ പ്രസിഡന്റ് എവിടെയായിരുന്നു? The president was at a reception at the presidential palace when the minister of health called him.
മന്ത്രി അദ്ദേഹത്തെ വിളിച്ചപ്പോൾ സ്വന്തം കൊട്ടാരത്തിൽ ഒരു സ്വീകരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു. The president. Friends, these are the short answer questions. Now, paragraph questions. Paragraph question number 1. Look at the question. What did the customer tell Maitre D? Maitre D in French means the head waiter. A head waiter customer endadu paranjathu. The Maitre D asked the customer if there was a problem. A customer odu choichu prashnam valladum undo. The customer angrily told him that there was a cockroach in the salad. A saladil oru paatayundu, chatta paata ennu avan paranju. ദേഷ്യപ്പെട്ടു പറഞ്ഞു. The head waiter tried to cool him down. Waiter അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ നോക്കി. And offered to get another salad. പുതിയൊരു സാലഡ് കൊണ്ടുതരാം എന്ന് പറഞ്ഞു. The customer refused. അദ്ദേഹം പറഞ്ഞു no and demanded an explanation. ഇതിന് ഒരു വിശദീകരണം തരണം, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് അയാൾ ആവശ്യപ്പെട്ടു. He said it was not an accident. ഇത് യാദൃശ്ചികമായിട്ട് പറ്റിയൊന്നുമല്ല എന്ന് അയാൾ പറഞ്ഞു. Why? Because the cockroach was dead. കാരണം പാറ്റ ചത്തതായിരുന്നു. Had it come out of its pack, അതിന്റെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് wandered into the kitchen, കിച്ചണിലേക്ക് ഇറങ്ങി വന്ന് and landed in the salad, അങ്ങനെ വന്ന് സാലഡിൽ വീണിരുന്നെങ്കിൽ it would have been an accident. വേണമെങ്കിൽ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണെന്ന് പറയാമായിരുന്നു. But this is not what happened. പക്ഷേ ഇവിടെ സംഭവിച്ച അതല്ല. In this case, the cockroach was dead. ഇവിടെ പാറ്റ ചത്തതാണ്. So, as a citizen, he would like an explanation. അതുകൊണ്ട് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു വിശദീകരണം വേണം. ഇതാണ് കസ്റ്റമർ പറയുന്നത്. Now, paragraph question number 2. What was the manager's explanation? The maitre d', the head waiter, called the manager who gave the customer an explanation. A head waiter മാനേജറെ വിളിച്ചു. മാനേജർ കസ്റ്റമർക്ക് ഒരു വിശദീകരണം കൊടുത്തു. The manager confirmed, അദ്ദേഹം സ്ഥിരീകരിച്ചു that there was a fumigation. അവിടെ പുക ഉപയോഗിച്ചിരുന്നു, പ്രാണികളെ കൊല്ലാൻ വേണ്ടി പുക ഉപയോഗിച്ചിരുന്നു. എവിടെ? In the kitchen a month ago. ഒരു മാസം മുൻപ് കിച്ചനകത്ത് പ്രാണികളെ കൊല്ലാൻ വേണ്ടി പുക ഉപയോഗിച്ചിരുന്നു എന്ന് ഈ മാനേജർ സ്ഥിരീകരിച്ചു. The restaurant was closed during the operation. ആ ഫ്യൂമിഗേഷൻ നടന്ന സമയത്ത് റെസ്റ്റോറന്റ് അടച്ചിരിക്കുകയായിരുന്നു. There was no danger of food contamination. ആഹാരത്തിൽ മാലിന്യം കലർന്നു കാണും എന്നതിന് യാതൊരു സാധ്യതയുമില്ല. There was also no evidence that the cockroach was the result of the recent fumigation. ഈ അടുത്ത കാലത്ത് ഉപയോഗിച്ച ആ പുക കാരണമാണ് ഇങ്ങനെ ഒരു കോക്രോച്ച് പാറ്റ കാണപ്പെടാനുണ്ടായ സാഹചര്യം. അതിനും യാതൊരു തെളിവുമില്ല. The explanation was not acceptable to the customer. കസ്റ്റമർക്ക് ഈ വിശദീകരണം സ്വീകാര്യമായില്ല. Then the manager called the owner of the restaurant to give him a more satisfactory explanation. കൂടുതൽ തൃപ്തികരമായിട്ടുള്ള വിശദീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് മാനേജർ ആ റെസ്റ്റോറന്റിന്റെ ഉടമസ്ഥനെ വിളിച്ചു. This is answer to paragraph question number 2. Now, paragraph question number 3. What was the health minister's reaction? ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം എന്തായിരുന്നു? The health minister accepted full responsibility for everything except the cockroach. ആ കോക്രോച്ചിന്റെ ഒഴികെ, പാറ്റയുടെ ഒഴികെ എല്ലാത്തിന്റെയും പൂർണ്ണ ഉത്തരവാദിത്വം ഹെൽത്ത് മിനിസ്റ്റർ ഏറ്റെടുത്തു. He said the cockroach on the salad could not be the result of fumigation. പ്രാണികളെ കൊല്ലാൻ വേണ്ടി പുക ഉപയോഗിച്ചതുകൊണ്ട് ഇത് സംഭവിച്ചതാവാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. Unless someone in the kitchen had kept it, preserved it in ice and waited for the perfect occasion to put it in somebody's food. ആരെങ്കിലും കരുതിക്കൂട്ടി കിച്ചണിൽ അത് വെച്ചിട്ട് അത് ഐസിൽ വെച്ച് സൂക്ഷിച്ച് ആരുടെയെങ്കിലും ആഹാരത്തിൽ ഇടാൻ വേണ്ടി ബോധപൂർവം കരുതിയിരുന്നാലല്ലാതെ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയില്ല. The customer refused to accept the explanation. ഈ വിശദീകരണം സ്വീകരിക്കാൻ നമ്മുടെ കസ്റ്റമർ തയ്യാറായില്ല. He demanded to see his superior. മിനിസ്റ്ററുടെ മുകളിലുള്ള അധികാരിയെ കാണണം എന്നവൻ ആവശ്യപ്പെട്ടു. Then the minister took his mobile phone from his pocket and called the president of the republic. മന്ത്രി പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് നേരെ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ വിളിച്ചു. Who arrived in half an hour. അരമണിക്കൂറിനകത്ത് നമ്മുടെ സാക്ഷാൽ പ്രസിഡന്റ് വന്നെത്തി. This is answer to paragraph question number 3. Now, paragraph question number 4. Explain the relevance of the title. ഈ ടൈറ്റിലിന്റെ, what's the title? The cockroach. അതിന്റെ പ്രാധാന്യം എന്താണ്? Verissimo's story, The Cockroach, is a political satire on democracy. ജനാധിപത്യം എന്ന ഭരണ വ്യവസ്ഥയെ പറ്റിയുള്ള
ഒരു പൊളിറ്റിക്കൽ സറ്റയർ, ഒരു പരിഹാസ രൂപത്തിലുള്ള കഥയാണ് ദ കോക്രോച്ച്. ഇറ്റ് ഷോസ് ഹൗ ആൻ ഇന്നസെന്റ് മെയിൽ ബിക്കംസ് എ ബ്യൂറോക്രാറ്റിക് നൈറ്റ്മെയർ. ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നൈറ്റ്മെയർ, ഒരു ദുസ്വപ്നം. ഒരു റെസ്റ്റോറൻറ്റിലെ ഒരു സാധാരണ ആഹാരം എങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ ഉറക്കം കെടുത്താം എന്ന് ഈ കഥ കാണിക്കുന്നു. ഹൗ എ സിമ്പിൾ ഇൻസിഡന്റ് ഗെറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. ഒരു ചെറിയ സംഭവം എങ്ങനെ വഷളാകും എന്ന് ഈ കഥ കാണിക്കുന്നു. അറ്റ് എ റെസ്റ്റോറന്റ് എ കസ്റ്റമർ ഫൈൻഡ്സ് എ കോക്രോച്ച് ഇൻ എ സലാഡ് നിസ്വാസ്. ഒരു സാലഡിൽ ഒരു പാറ്റയെ കാണുന്നു ഒരു കസ്റ്റമർ. ദ ഇൻസിഡന്റ് ബ്രിങ്സ് അൻ എൻറ്റയർ ഒഫീഷ്യൽ ഹൈറാർക്കി ടു ദ സ്പോട്ട്. ഈ സംഭവം കാരണം താഴെ തട്ടിൽ നിന്ന് അങ്ങ് മുകളിലുള്ള പ്രസിഡന്റ്, ആർമി ജനറൽ തുടങ്ങിയ ആളുകൾ വരെ ഈ സ്ഥലത്തേക്ക് വരുന്നു. സർപ്രൈസിംഗ്ലി, അതിശയമെന്ന് പറയട്ടെ, ദ കോക്രോച്ച് ടേൺസ് ഇൻ ടു ആൻ ഒലിവ്. അവസാനം പാറ്റ ഒരു ഒലിവായി മാറുന്നു. ദ കസ്റ്റമർ ഇസ് നോട്ട് ഹാപ്പി വിത്ത് എനി ഓഫ് ദി എക്സ്പ്ലനേഷൻ. ആരുടെ ഒരു വിശദീകരണവും കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഫൈനലി ഹി ഈസ് അറസ്റ്റഡ് ആൻഡ് സ്യൂഡ് ഫോർ ഫോൾസ് അക്യൂസേഷൻ. അടിസ്ഥാനരഹിതമായി കുറ്റം ആരോപിച്ചതിന് അവനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ മേൽ കേസ് ചാർജ് ചെയ്യുകയാണ്. എ സിമ്പിൾ തിങ് can become a major issue in a society where all men are equal but some men are more equal. ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ, എങ്ങനെയുള്ള എല്ലാ ആളുകളും തുല്യരാണ്, പക്ഷെ ചില ആളുകൾ കൂടുതൽ തുല്യരാണ്. അങ്ങനെയുള്ള സമൂഹങ്ങളിൽ ഒരു ചെറിയ സംഭവം എങ്ങനെ ഒരു വലിയ കാര്യമായി മാറാം, ഒരു വലിയ സംഭവമായി വഷളാകാം എന്ന് ഈ കഥ കാണിക്കുന്നു. The title is very appropriate. അങ്ങനെ നോക്കുമ്പോൾ ഈ ടൈറ്റിൽ തികച്ചും യോജിച്ചതാണ് ഈ കഥ. This is answer to paragraph question number 4. Now, paragraph question number 5. What was the reaction of the customer to the president's negotiations? രാജ്യത്തിന്റെ പ്രസിഡന്റ് വന്ന് കൂടിയാലോചനകൾ നടത്തിയപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ കസ്റ്റമറുടെ പ്രതികരണം എന്താണ്? When the president came, he saw the cockroach. പ്രസിഡന്റ് വന്നപ്പോൾ അദ്ദേഹം പാറ്റയെ കാണുന്നു. The customer said it was the president's responsibility to explain the matter and solve the issue. ഈ കാര്യം വിശദീകരിച്ച് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് കസ്റ്റമർ പറഞ്ഞു. ദ പ്രസിഡന്റ് അഗ്രീഡ്. മാന്യനല്ലേ, അദ്ദേഹം പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം, സമ്മതിച്ചു. ആൻഡ് ആസ്ക്ഡ് ഹിം വാട്ട് ഹി വാണ്ടഡ്. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ദ കസ്റ്റമർ സെഡ് ഹി വാണ്ടഡ് ആൻ എക്സ്പ്ലനേഷൻ. തൃപ്തികരമായിട്ടൊരു വിശദീകരണമാണ് വേണ്ടത് എന്ന് കസ്റ്റമർ പറയുന്നു. ദ പ്രസിഡന്റ് apologized. മാന്യനല്ലേ, അദ്ദേഹം ക്ഷമ ചോദിക്കുന്നു. ക്ഷമിക്കണം. The man did not accept his apology. ഈ മാപ്പ് അദ്ദേഹത്തിന് സ്വീകാര്യമായില്ല. Then the president offered compensation. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നഷ്ടപരിഹാരം തരാം എന്ന് പ്രസിഡന്റ് പറയുന്നു. The man rejected the offer. അദ്ദേഹം അതും സ്വീകരിക്കുന്നില്ല. Finally, the army general was called in. പട്ടാള മേധാവിയെ കൊണ്ടുവന്നു. He came. പട്ടാള മേധാവി വന്നു and declared that the cockroach was an olive. ഇത് പാറ്റയല്ല, അതൊരു ഒലിവാണ് എന്ന് അദ്ദേഹം പറയുന്നു. And he swallowed it. അദ്ദേഹം അത് വിഴുങ്ങുന്നു. The customer was arrested. കസ്റ്റമറെ അറസ്റ്റ് ചെയ്യുന്നു. And sued. കേസ് ചാർജ് ചെയ്യുന്നു for falsely accusing the restaurant. അടിസ്ഥാനരഹിതമായിട്ട് ആ റെസ്റ്റോറൻറ്റിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് അദ്ദേഹത്തിനെതിരെ കേസും ചാർജ് ചെയ്യുന്നു. Friends, this is the answer to the last paragraph question. This is all about Verissimo's story, The Cockroach. Take a printout of these notes from the link provided in the description box below. Read it several times. Also, watch this video as many times as you can until you become familiar with all the questions and their answers. So friends, thank you for watching. See you in the next video.